വളരെ പോപ്പുലറായ ആളുകളുടെ സെലിബ്രിറ്റികളുടെയൊക്കെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ അങ്ങനെ അവരെ കാണുന്നത് ഈ വെള്ളിത്തിരയിൽ സ്ക്രീനിൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ലൈഫിനുള്ളിൽ എന്താണ് നടക്കുന്നത്? അവരുടെ റോ ഫുട്ടേജസ് കാണുക, അവരുടെ പേഴ്സണൽ ലൈഫിൽ, അവരുടെ പ്രൈവറ്റ് ടൈമിൽ അവരെന്താണ് ചെയ്യാതെ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ ലോകത്തിൽ എപ്പോഴും ആളുകൾ ഉണ്ടായിരുന്നു. അതിനൊരു വ്യൂവർഷിപ്പും ഉണ്ട്. ഇതൊരു പുതിയ ട്രെൻഡൊന്നുമല്ല. പക്ഷേ ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ ട്രെൻഡായ ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ വളരെ റീസെൻ്റ് ആയിട്ടാണ് കേരളത്തിൽ ഈ പാപ്പരാസി മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലുകളിലൊക്കെ സജീവമാകുന്നത്. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റോ ഫുട്ടേജുകളാണ്. സെലിബ്രിറ്റി നടക്കുന്നു, തിരിയുന്നു, പ്രത്യേകിച്ച് പല പൊസിഷൻസിലായിരിക്കും. അതായത് ക്യാമറ വെക്കുന്നത് സ്ത്രീകളുടെ ക്ലീവേജ് കാണണം, അവരുടെ ആകാര ഭംഗി കാണേണ്ടതുണ്ട്. ആ വടിവെക്കി ഒന്ന് കാണിക്കുന്ന തരത്തിൽ ഏറ്റവും മോശമായും ഒരു ടൈറ്റിൽ കൂടെ കൊടുത്തിട്ടായിരിക്കും ഇത് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഈ ടൈറ്റിൽ കാണുന്ന ആളുകൾ അതിനനുസരിച്ച് കമൻറ്റ് ബോക്സിൽ വരും. അവിടെ എൻഗേജ്മെന്റ്സ് ഉണ്ടാകും. എൻഗേജ്മെന്റ്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിനെ ചീത്ത പറഞ്ഞിട്ടായിരിക്കും ആളുകൾ നീ എന്ത് മറ്റേടത്തെ ടൈറ്റിലാണ് ഇട്ടിരിക്കുന്നത് എന്നായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ആ പോസ്റ്റിനെടുത്ത് എൻഗേജ്മെന്റ് മില്യൺ വ്യൂസിലേക്ക് പോകുന്നു. അങ്ങനെ പ്രൊമോഷൻസിനും കാര്യങ്ങൾക്കുമൊക്കെ ഇത്തരത്തിലുള്ള മീഡിയയെ വിളിക്കുന്ന ആളുകൾക്ക് അതിലൂടെ ഇവർക്ക് പണം ലഭിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുണ്ട്. അത് യൂട്യൂബ് മോണിറ്റൈസേഷൻ മുതൽ ബ്രാൻഡ് പ്രൊമോഷൻ വരെ ഇത് ഈ രീതിയിൽ അവർക്ക് നടപ്പിലാക്കാൻ പറ്റും. അതായത് ഒരു നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയ പരിപാടിയല്ല. അതായത് ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മാധ്യമങ്ങളെ പോലെയല്ല, മറിച്ച് അവരുടെ ക്യാമറാമാൻമാരോ അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ചെയ്യാൻ പോകുന്ന പോലെയല്ല, മറിച്ച് ഇവരുടെ റോ ഫുട്ടേജുകൾ ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിക്കുക എന്ന രീതി. അപ്പോൾ ഇതിനൊക്കെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു കാർത്തിക് സൂര്യയുടെ കല്യാണത്തിൻ്റെ സമയത്ത്, റിസപ്ഷൻ്റെ സമയത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഒരുപാട് പാപ്പരാസി ചാനലുകൾ ഇതുപോലെ ക്യാമറയുമായി വരുന്നു. ഈ സമയത്താണ് പഴയ സാബുമോൻ, പഴയ തരികിട സാബു എന്ന് പറയുന്ന സാബുമോൻ ഈ തിരിച്ച് എന്താണോ അവരെടുക്കാൻ വന്നത് സാബുമോൻ്റെ വിഷ്വലാണെങ്കിൽ സാബുമോൻ സ്വന്തം ക്യാമറ ഓണാക്കി ഈ ആളുകളുടെ എല്ലാം വിഷ്വൽസ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. എന്നിട്ട് അദ്ദേഹം അവരെ ട്രോൾ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇൻസ്റ്റ അക്കൗണ്ടിൽ ഇടുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. സാബു ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യത്തിനപ്പുറമായി ഈ ഇത്രയും നാൾ ഈ വൃത്തികേടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആരാണെന്ന് സമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട്. സാബുമോൻ ഇതെന്താണ് ചെയ്യാൻ അധികാരം എന്ന് ചോദിക്കുന്നൊരു കാര്യം. ഒരു തരികിട സാബു എന്നാണ് അദ്ദേഹത്തെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ഒളിച്ച് ക്യാമറ വെച്ച് ആളുകളെ പ്രാങ്ക് ചെയ്ത് അതിലൂടെ വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്ന ആളാണ്. എന്താണ് ആഷിക്കിൻ്റെ അഭിപ്രായം? ഇപ്പോൾ ഈ റീലുകളും അതുപോലെ ഷോർട്സുകളും ഒക്കെ പോപ്പുലർ ആയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ കൂടുതലായും യൂട്യൂബുകളിലും ഇൻസ്റ്റാഗ്രാമുകളിലും നിറയാൻ തുടങ്ങിയത്. അതിന് പ്രത്യേക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഫോട്ടോ അല്ലെങ്കിൽ തമ്പ് പോലെയുള്ള ഫോട്ടോ, ഈ ഷോർട്സിനും അതുപോലെ തന്നെ ഈ റീൽസിനൊക്കെ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആ കാണുന്ന ഫോട്ടോ ഏതെങ്കിലും ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഒരു ലോ ആംഗിൾ എന്നുള്ള ഫോട്ടോ ആയിരിക്കും, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അവരുടെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്ഷനോ പോസോ കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ക്യൂരിയോസിറ്റി ജനങ്ങളിൽ വളർത്തും. ഈ ജസ്റ്റ് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ മനുഷ്യനെ ഏറ്റവും കൂടുതൽ കാണുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക ആദ്യത്തെ ഒരു 10 സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് അത്രയും എഫക്റ്റീവ് ആണെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള സമയത്തിലേക്ക് ആളുകൾ പോകുള്ളൂ. കാരണം ഇപ്പോൾ ആളുകൾക്ക് ഭയങ്കര ക്ഷമയില്ലാതായി മാറി. കാരണം റീലുകളിലൂടെ ഒരുപാട് കണ്ടന്റ് കിട്ടുന്നത് കൊണ്ട് അത് കണ്ട് ശീലിച്ച് നമുക്കൊന്നും ഒട്ടും ക്ഷമയില്ലാത്ത രീതിയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ റീലുകളിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന 10 സെക്കൻഡ് എന്തെങ്കിലും ആളുകളെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണെങ്കിൽ അവരതിൽ ഹോൾഡ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ സ്ക്രോൾ ചെയ്ത് അടുത്ത ഇതിലേക്ക് പോകും. കാരണം ഒരുപാട് കണ്ടന്റാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ട്രെൻഡ് വളർന്നു വരുന്നതിനോടൊപ്പമാണ് ഇത്തരത്തിലൊരു ട്രെൻഡും പോപ്പുലർ ആവാൻ തുടങ്ങിയത്. കാരണം ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സിനിമ നടനോ നടിമാരോ ഒരു പൊതുമധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ വ്യത്യസ്തമായ ആംഗിളുകളിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ചോദ്യം അവരോട് ചോദിച്ച് അവർ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞൊന്ന് കൈ തട്ടിയാൽ വരെ അത് വലിയ റീച്ച് ആവുന്നുണ്ട്. കാരണം അവർ സ്ക്രിപ്റ്റഡ് അല്ലാതെ സ്വന്തം ശൈലിയിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം ശൈലിയിൽ മറുപടി പറയുന്നതൊക്കെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്, കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ കമന്റ് ബോക്സിൽ നടന്ന് തെറി വിളിക്കുന്ന ആളുകൾ വരെയുണ്ട്. അപ്പോൾ അതിനെ മാർക്കറ്റ് ചെയ്യാൻ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ, കൃത്യമായി അത്തരം കണ്ടന്റുകൾ മാത്രം കൊടുക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്. അവർക്കൊക്കെ വലിയ റീച്ചും ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക് പോലെയുള്ള റീൽ ഷോർട്സ് വഴി കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. ശരിക്കും അത് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ മോശം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അവർക്ക് വ്യൂവേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് അവരെ കാണുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ ചില മാധ്യമങ്ങളുടെ പേര് വരെ നമ്മൾ ശ്രദ്ധിക്കണം. അത് കാണുമ്പോൾ തന്നെ ഒരു ഡബിൾ മീനിങ് ഉള്ള രീതിയിലായിരിക്കും അവരുടെ ചാനൽ പേര് തന്നെ. എന്നിട്ട് ഇവരുടെ ആളുകൾ ജസ്റ്റ് ഫോൺ ക്യാമറയും വെച്ച് ഇതിന് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല, അല്ലെങ്കിൽ
ഒരു ലൈസൻസ് ഒന്നും വേണ്ടല്ലോ, ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു ഫോൺ, ക്യാമറയുള്ള ഒരു ഫോൺ ഉണ്ടെങ്കിൽ മാത്രം മതി ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ, യൂട്യൂബുകളിൽ പോസ്റ്റ് ചെയ്യുക, റീച്ച് കൂട്ടുക, ഇത്രയേ ഉള്ളൂ ഉദ്ദേശം. അതിനായി തന്നെ ഇതുപോലെ സാബുമോൻ അടക്കമുള്ള ഒരുപാട് സെലിബ്രിറ്റീസിന്റെ വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ തപ്പിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഈ സാബുമോൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് വന്നത്. ഇല്ല മറിച്ചൊരു വേറൊരു സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തിരിച്ച് ആ മാധ്യമങ്ങളെ ട്രോളുന്ന രീതിയിലേ നമ്മൾ പറയുകയുള്ളൂ. കാരണം സാബുമോൻ ഇത് മുൻപേ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാബുമോൻ വളർന്നു വന്നത് ഈ ബിഗ് ബോസിലൂടെയാണെന്ന് തോന്നുന്നു. ബിഗ് ബോസിലാണ് കൂടുതൽ അദ്ദേഹം ഫെയിം ആവാൻ തുടങ്ങിയതും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സിനിമകൾ കിട്ടാൻ തുടങ്ങിയതും. ഇപ്പോൾ അദ്ദേഹം സ്റ്റാറായി എന്ന് കരുതി ഈ പാപ്പരാസി മീഡിയസ് അവർ ഉപദ്രവകാരികളൊന്നുമല്ല. പക്ഷെ അത് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിട്ടില്ലേ ആശിക്? എനിക്ക് തോന്നുന്നു ഒരുപാട് മലയാള സിനിമയിൽ തന്നെയുള്ള നിരവധി നടിമാർ, ഇപ്പൊ നീലക്കുയിൽ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ ചാനലുണ്ട്, അവരുടെ ഇൻസ്റ്റഗ്രാം പേജിന് നല്ല ഫോളോവേഴ്സ് ഉണ്ട്, 1 മില്യൺ ഒക്കെയാണ്. അപ്പോൾ അതിൽ പ്രതികരിച്ചുകൊണ്ട് പല ആളുകളും ഇതിനെതിരെ വന്നിട്ടുണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നു സ്വാസികയോ അല്ലെങ്കിൽ മറ്റേതൊരു നടിയാണെന്ന് തോന്നുന്നുണ്ട്, തിരിച്ച് വീഡിയോ എടുക്കുന്നു, ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവർക്ക് അൺകംഫർട്ടബിൾ ആണ്. അതായത് ഇവിടെ വരുന്ന അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടിമാരോ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിന്ന് ഇറങ്ങി വന്ന് അവരുടെ കാറിൽ കയറുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറുമ്പോഴായിരിക്കും ഇവർ ക്യാമറ വെക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മളൊരു കാറിലേക്ക് കയറുമ്പോൾ കുറച്ചൊന്ന് ചെരിഞ്ഞ് കയറേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒന്ന് വല്ല ബൈക്കിലോ കയറുമ്പോൾ നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് കുനിയും അല്ലെങ്കിൽ ഒന്ന് നിവരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത്തരം ആംഗിളുകൾ കൃത്യമായി ഇവർ പിക്ക് ചെയ്ത് അതിന്റെ തമ്പ് കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അപകടം. കാരണം ഇവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു പിക്ചർ അവർ കിട്ടും. അവരുടെ സമ്മതത്തോടു കൂടിയല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ ആളുകൾ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ ഇടുമ്പോൾ റീച്ച് കൂടുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സംസാരം ഉണ്ടാക്കുകയാണ്. തോന്നിവാസമാണ്. പക്ഷെ ഇവിടെ സാബുമോനെ നീലക്കുയിൽ വളരെ എന്താ പറയുക പരസ്യമായി വിമർശിക്കും. തരികിട സാബു വന്ന വഴി മറക്കരുതെന്നാണ്. ഇതിൽ പ്രധാന പ്രശ്നം ഈ നമുക്ക് അപ്പീൽ ടു ദ അതോറിറ്റി എന്ന് പറഞ്ഞൊരു ന്യായവേകല്യമാണ്. അതായത് ഒരു കള്ളുകുടിയന് പോലും കള്ളുകുടി തെറ്റാണെന്ന് പറയാം. അയാൾ പറഞ്ഞ കാര്യം ശരിയാവണമെന്നേ ഉള്ളൂ. അയാൾക്ക് പറയാനുള്ള ധാർമ്മികത ഉണ്ടോ എന്നുള്ളത് സെക്കൻഡറിയാണ്. സാബുമോൻ അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ സാബുമോന് പറയാം, നീലക്കുലിങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ നീലക്കുലിനും പറയാം. പക്ഷേ അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന ഒരു മൂല്യച്യുതി, ഇപ്പോൾ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ അവർക്ക് ഇഷ്ടമുള്ള, പ്രധാനമായും സ്ത്രീകൾ തന്നെയാണ് വേട്ടയ്ക്ക് ഇരയാവുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് ഇഷ്ടമുണ്ടോ, ഇവരുടെ സമ്മതത്തോടു കൂടിയാണോ ഇത് അപ്ലോഡ് ചെയ്യുന്നത്? ഇവരിപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് എസ്പെഷ്യലി ബോളിവുഡിലൊക്കെ വളർന്നു വരുന്ന താരങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പാപ്പരാസി മീഡിയകൾക്ക് വേണ്ടി മാത്രം കോണ്ടന്റ് ഉണ്ടാക്കി രക്ഷപ്പെട്ടു പോയി ഒരുപാട് സെലിബ്രിറ്റി പൊസിഷനിലേക്ക് എത്തിയിട്ട് സാധാരണക്കാരോടാണ്. ഇപ്പോൾ രാഖി സാവന്ത, ഉർഫി ജാവേദൊക്കെ ഇതിന്റെ ഐക്കോണിക് മോഡൽസ് ആണ് സത്യത്തിൽ. അത് കേരളത്തിലേക്ക് വരുമ്പോഴും പലപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ടു പോയ ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊരു നല്ല സംസ്കാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കുത്തി കയറുക എന്ന് പറയുന്നത് അത് ഏത് ആൾ ചെയ്താലും അത് വ്യക്തിപരമായി നിങ്ങൾക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് സാബുമോൻ ക്യാമറ തിരിച്ചു വെച്ചിട്ട് അവരെ ഷൂട്ട് ചെയ്തപ്പോൾ അവർ ഓടിപ്പോയത്? അവർക്ക് ഇഷ്ടമല്ലേ അവരുടെ പേഴ്സണൽ സ്പേസ്, അവരുടെ മുഖം പബ്ലിക്കായിട്ട് കാണിക്കാൻ താല്പര്യമില്ലാത്ത ഒരവസ്ഥയിൽ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ എല്ലാം ഓപ്പൺ ആക്കി കാണിക്കുന്നവരാണെന്നൊരു വിചാരമുണ്ട്. അപ്പോൾ ഇവർ ഈ സാബുമോൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നത് നിങ്ങളൊക്കെ സെലിബ്രിറ്റീസ് അല്ലേ എന്ന് ചോദിക്കുന്ന 1-2 വീഡിയോഗ്രാഫേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് അവർക്കും പേഴ്സണൽ ടൈം വേണം. അവരും മനുഷ്യരാണ്, അവർക്കും പ്രൈവസി ഉണ്ട്. അവരൊരു പേഴ്സണലായിട്ടൊരു കാര്യത്തിന് വരുന്ന സമയത്ത് ഇങ്ങനെ ഈച്ച പൊതിയുന്ന പോലെ പോകുന്നത് ഇത്ര നല്ലൊരു സംസ്കാരമല്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി മാന്യമായ രീതിയിലേക്ക് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അല്ലാത്ത പക്ഷം ഇതുപോലുള്ള ആക്രമണങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും.